നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 14 ഓസിലേഷൻസിലേക്ക് എത്തുകയാണ്. നമുക്കൊരു സീരീസ് ഉണ്ടായിരുന്നു, ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നൊരു സീരീസ്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ +1 എക്സാമിനേഷന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. അതിനപ്പുറത്തോട്ടതിന് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ നമ്മളിപ്പോൾ വരുന്ന പരീക്ഷ അതുണ്ടോ ഇല്ലേന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും ഓരോ പാഠത്തിലെയും അല്പാൽപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലൊന്ന് റെഡിയാക്കി വെക്കാൻ മാത്രമാണ് ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല, രണ്ട് ഫോക്കസ് ഏരിയ. ആ 2 ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന വളരെ കുറച്ച് പ്രോബ്ലംസ്, ഇത്ര മാത്രം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. തുടങ്ങാം. നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. എങ്കിലും പരമാവധി ഡോറെല്ലാം അടച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 14 ഓസിലേഷൻസ്. ഇവിടെ 2 ഫോക്കസ് ഏരിയ ആണുള്ളത്. ഒന്ന് 14.3, മറ്റൊന്ന് 14.8.2. അതായത് 14.8 എന്നുള്ള സെക്ഷനിൽ 2 എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ എക്സാമ്പിൾ അതാണ് 14.8.2 എന്ന് വരാൻ കാരണം. അപ്പം ഞാൻ കൃത്യമായിട്ട് ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെ എളുപ്പത്തിൽ അങ്ങ് എഴുതിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്: ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതൊരു ഒറ്റ വാക്കാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHM എന്ന് ചുരുക്ക രൂപത്തിൽ അറിയപ്പെടുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഇപ്പോൾ നമ്മൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സ്റ്റേറ്റ് ഡിഫൈൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. എഴുതുന്ന കുട്ടികളുണ്ട് കേട്ടോ, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. 0 വന്നവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 120ൽ 0 വാങ്ങിയവരാണ്. അതുകൊണ്ട് പറയുകയാണ്, അങ്ങനത്തെ ആളുകൾക്ക് 0ന് പകരം 1 മാർക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കും. ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താണ് SHM ഞാനിവിടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ SHM എന്നുള്ളൊരു വാക്ക് കണ്ടാൽ, അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളൊരു വാക്ക് കണ്ടാൽ, ഡിഫൈൻ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ, എനിക്ക് സ്റ്റേറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് F പ്രപ്പോർഷണൽ ടു -x എന്ന് എഴുതുക. കഴിഞ്ഞു. ഇതെന്താണെന്നാണ് ഞാൻ മൊത്തം പറയുന്നത്. അപ്പോൾ ഒറ്റ മാർക്കിന് ആൻസറാണ് F പ്രപ്പോർഷണൽ ടു -x. ഇനി ഇത് 2നോ 3നോ മാക്സിമം ചോദിക്കുക, എന്തിനോ ആയിക്കോട്ടെ, 0 വാങ്ങണ്ടല്ലോ. നമുക്ക് എന്തെഴുതാം? F പ്രപ്പോർഷണൽ ടു -x. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്. എന്താണ് F, എന്താണ് X, എന്താണ് F പ്രപ്പോർഷണൽ ടു -x എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അപ്പോൾ എന്താണ് SHM? ഒറ്റ വാക്കിൽ SHM എന്ന് കണ്ടാൽ ഒറ്റ മാർക്ക് ആൻസർ F പ്രപ്പോർഷണൽ ടു -x. ഇനി F എന്താണ്? ഇത്രയും ഫിസിക്സ് പഠിക്കുന്ന നമുക്ക് F എന്താണെന്ന് അറിയില്ലേ? F ഫോഴ്സ്. F എന്താണ്? ഫോഴ്സ്. X ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ 14ാമത്തെ പാഠം എത്തി. ഇതിനു മുമ്പ് എത്രയോ തവണ F എന്നുള്ളത് ഫോഴ്സാണെന്ന് നമുക്കറിയാം, X എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം, ഇത് പ്രപ്പോർഷണലാണെന്ന് അറിയാം. അപ്പോൾ ഇവിടുത്തെ താരം കളറിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്, ഒരു കളറിൽ എഴുതിയിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാനിതിവിടെ കളറിൽ മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്ര പ്രാധാന്യം ഈ മൈനസിനുള്ളത് കൊണ്ട് തന്നെയാണ് ആ മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. മൈനസ് വേണം, ഇട്ടേ മതിയാവും. എന്തിനാണ് ഈ മൈനസ് ഇട്ടത്? അതിൻ്റെ അർത്ഥം ഫോഴ്സ് കൂടിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും, അതാണല്ലോ പ്രപ്പോർഷണാലിറ്റിയുടെ അർത്ഥം. പക്ഷേ മൈനസിൻ്റെ അർത്ഥം എന്തായിരുന്നു? അതോ, ഒരു സ്പ്രിങ് നമ്മുടെ കയ്യിലുണ്ട്. ആ സ്പ്രിങ്ങിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടാണ് അതിനെ വലിച്ചത്, പക്ഷേ അതിനിഷ്ടം തിരിച്ച് ഇങ്ങോട്ട് പോകാനാണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് കൊടുത്തത് +x ഡയറക്ഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് -x ഡയറക്ഷനിലാണ്. അതാണ് അതിൻ്റെ മൈനസ്. ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ്. ഒന്നും വേണ്ട, ഊഞ്ഞാലാടുകയാണ്. ഊഞ്ഞാലിൽ നമ്മളൊരാളെ ഉന്തി അങ്ങോട്ട് വിടുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഉന്തിത്തള്ളി അങ്ങോട്ട് വിട്ടതാ, പക്ഷെ അത് ഇങ്ങോട്ട് തന്നെയാണ് പോരുന്നത്. ശരിയല്ലേ? ഊഞ്ഞാലാട്ടത്തില്ല, നമ്മൾ കുട്ടികളെ ഊഞ്ഞാലാട്ടാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഉന്തി അങ്ങോട്ട് വിടുന്ന ആളിനെ അത് തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. എന്നാൽ ഉന്തി അങ്ങോട്ട് വിടുമ്പോൾ അങ്ങോട്ടങ്ങ് പോയാൽ പോരെ? അല്ലല്ലോ.
അപ്പോൾ ഇതാണ് പറയുന്നത് ഫോഴ്സ് പ്രപ്പോർഷണൽ. കാരണം ഭയങ്കര ഫോഴ്സിൽ ഞാൻ ആട്ടിയാൽ കൂടുതൽ ആൾ പോവും, സമ്മതിച്ചു. പക്ഷെ വരവ് ഇങ്ങോട്ട് തന്നെയാണ്. ചെറുതായിട്ടാണ് ഉന്തുന്നതെങ്കിൽ ചെറുതായിട്ടാണ് ആൾ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. മൈനസ് സൈൻ എന്തിനാന്നാ പറഞ്ഞേ? മൈനസ് സൈൻ എന്തിനാ? ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു. ഇനിയും സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എല്ലാവർക്കും അറിയാം, F ഈക്വൽ ടു MA. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് ഞാൻ MA എന്നിട്ടു. അപ്പോൾ MA ഈക്വൽ ടു -KX. ഈ M കെയുടെ അടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കൊരു ടേം കിട്ടി, K/M. K പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, M മാസാണ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ആ രണ്ടുപേരെയും കൂടെ ചേർത്ത് വേറൊരു കോൺസ്റ്റന്റ് എഴുതി, ω². ഒരു കോൺസ്റ്റന്റ് ആണ് ω². ഇവിടെ തൽക്കാലം അത്ര മതി. ഒമേഗ എന്താണ് നമ്മൾ പുറകെ വരും. അപ്പോൾ ω²x. അപ്പോൾ ഇവിടെ നോക്കിയേ, ആക്സിലറേഷൻ വീണ്ടും പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ല എങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും SHM ആണ്. F ഈക്വൽ പ്രപ്പോർഷണൽ ടു -x എന്ന് എഴുതാം. ആക്സിലറേഷൻ ഈക്വൽ ടു -ω²x എന്ന് എഴുതാം. ഇങ്ങനെ എങ്ങനെ എഴുതിയാലും ഓക്കെ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ രൂപം. ഇനി അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, എങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാൻ. SHM എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ. ഇത് നമ്മൾ എപ്പോഴും എളുപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുക പെൻഡുലം ക്ലോക്കാണ്. ഇപ്പം പെൻഡുലം ക്ലോക്ക് ഇല്ല, എല്ലാം ക്വാർട്സ് ക്ലോക്കാണ്. ടിക് 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 എന്ന് ചാടുകയുള്ളൂ. ഇങ്ങനെ ആടുന്ന ക്ലോക്ക് ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഊഞ്ഞാലാടുക. ചുമ്മാ ഒരു കയറിങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും നട്ടോ ബോൾട്ടോ ഒക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് ആട്ടി വിടുക, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് നടുക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ടു ആൻഡ് ഫ്രോ മോഷൻ. ആ വാക്ക് തന്നെ ശ്രദ്ധിച്ചോളാം, ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാ പറയുക. ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. എന്താ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മീൻ പൊസിഷൻ. ഇപ്പം ഇത് സിമ്പിൾ പെൻഡുലമാണ്. ഈ സിമ്പിൾ പെൻഡുലം ഇത് റെസ്റ്റിലാണെങ്കിൽ ഇവിടെയാണ് നിൽക്കുക, എങ്ങനെയാണ് നിൽക്കുക. ഇതാണ് അതിൻ്റെ റെസ്റ്റ് പൊസിഷൻ. അത് അടങ്ങി നിൽക്കുന്ന സ്ഥലം, അതിനെയാണ് റെസ്റ്റ് അഥവാ മീൻ പൊസിഷൻ എന്ന് പറയും. റെസ്റ്റ് അഥവാ മീൻ പൊസിഷൻ. അപ്പോൾ SHM മീൻസ് ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഫോഴ്സ് എങ്ങനെയായിരിക്കണം? പ്രപ്പോർഷണൽ ടു -x. ഫോഴ്സ് പ്രപ്പോർഷണൽ ടു x എന്ന് എഴുതരുത്, ഫോഴ്സ് പ്രപ്പോർഷണൽ ടു -x. കിട്ടിയല്ലോ? SHM എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതൊരു 3 to 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇത് ഒരു 3 to 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ SHM എന്താ നമ്മൾ പഠിച്ചു. ഈ SHMൻ്റെ ഒരു എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലം. 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് NCERT-യിലുള്ളത്. ഒന്ന് സ്പ്രിങ്ങും ഒന്ന് സിമ്പിൾ പെൻഡുലമാണ്. സ്പ്രിങ് ഇല്ല ഫോക്കസ് ഏരിയയിൽ, സിമ്പിൾ പെൻഡുലമാണ്. ഓക്കെ, ഈ ഫിഗറും തിയറിയൊക്കെ കൂടെ കണ്ട് ബോധം കെടണ്ട, എൻ്റെ ഒപ്പം സാവധാനം പോന്നാൽ മതി. ഓക്കെ, സിമ്പിൾ പെൻഡുലം ഇതിവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, കെട്ടിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അതിനെ തൂക്കിയിട്ടിരിക്കുന്നത്, പോയിന്റ് ഓഫ് സസ്പെൻഷൻ ടു ദ സെൻറ്റർ ഓഫ് ദ ബോബിൻ്റെ സെൻറ്റർ വരെ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്തിന് പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം, L. കിട്ടിയല്ലോ? ഇനി ഈ പെൻഡുലത്തിനെ അങ്ങനെ ഇങ്ങനെ ഞാൻ ആട്ടിവിട്ടു. ഇതിനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ബോബാണിത്, ഈ പെൻഡുലത്തിൻ്റെ ബോബാണ്. അതാ ഞാൻ ഇവിടെ നിന്നാണ് വിട്ടു എന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഞാൻ വിട്ടു, T = 0 എന്ന് വിചാരിക്കാം. തിരിച്ചത് ഇവിടെ പോയി തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കഴിഞ്ഞു. 1 ഓസിലേഷൻ. ഒന്നുകൂടെ പറയാം, T ഇവിടെ 0 ടൈം. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇതിവിടെ വരെ പോയി തിരികെ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു ഓസിലേഷൻ കഴിഞ്ഞു. അതിന് വേണ്ട സമയം പീരിയഡ് T. അതാണ് ടൈം പീരിയഡ്. ക്യാപിറ്റൽ T ആണ് സാധാരണ അത് റെപ്രസെൻ്റ് ചെയ്തത്, ക്യാപിറ്റൽ T. എന്താ ടൈം പീരിയഡ്? പീരിയഡ് ഫോർ ഓർ ടൈം ഫോർ
വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. എപ്പോഴത് കംപ്ലീറ്റ് ചെയ്യുക? എവിടുന്നാണോ തുടങ്ങിയത് ഇവിടെ പിയിൽ നിന്ന് തുടങ്ങി തിരിച്ച് പിയിൽ എത്തിയതിന് പറയുന്ന പേരാണ് 1 പീരിയഡ്. കിട്ടിയല്ലോ? അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. പീരിയഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം. ടൈം പീരിയഡ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ. അത് ആശ്രയിക്കുന്ന ഒരു ഘടകം L ആണ്. L എന്തായിരുന്നു? പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള നീളം. ഇനി അടുത്ത ഫാക്ടർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇത് രണ്ടും മാത്രമായിട്ടേ ബന്ധമുള്ളൂ. വേറെ ആരുമായിട്ടും പീരിയഡിന് യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ ബോബിൻ്റെ മാസ് ഉണ്ട്, ഈ ആംഗിൾ ഓഫ് ഓസിലേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. നോ നത്തിങ്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വരാം. അപ്പോൾ ഇത് നമ്മുടെ മീൻ പൊസിഷൻ, റെസ്റ്റ് പൊസിഷൻ, റൈറ്റ്? ഇവിടെ നിന്ന് ഞാൻ ഇതിനെ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പി എന്നുള്ള പോയിന്റ് വരെ കൊണ്ടുവന്നു. അവിടെ നിന്ന് വിട്ടു. പിന്നെ അത് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാക്കി. സിമ്പിൾ പെൻഡുലം SHM ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഈ പോയിന്റിൽ പിയിൽ ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ, ഇത് നമ്മുടെ മീൻ പൊസിഷൻ അഥവാ റെസ്റ്റ് പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് പറയുന്ന പേര് ഡിസ്പ്ലേസ് ചെയ്ത പൊസിഷൻ, ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ പി. ഇവിടെ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ ആയാലും ഇവിടെ ആയാലും ഇവിടെ ആയാലും ഏത് പോയിന്റിലാണെങ്കിലും ഈ ബോബിൻ്റെ ഭാരം വെർട്ടിക്കലി ഡൗൺ ആണ്, നേരെ താഴോട്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ടാണ് ഭാരം. mg വെയിറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കൂ, ഇതൊരു പാരലൽ ലൈൻ താഴോട്ട്, ഇത് അതുപോലെ ഒരു പാരലൽ ലൈൻ താഴോട്ട് എന്ന് വിചാരിച്ചോളൂ. 2 പാരലൽ ലൈൻസ്. ഇതിനൊരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്താണ്. മനസ്സിലാവുന്നുണ്ടോ? 2 പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്തു. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണല്ലോ അല്ലേ? ബൈ ദ റൂൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലോ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ആംഗിൾസും തീറ്റയല്ലേ? ഇതും തീറ്റയായിരിക്കും, ഇതും തീറ്റയായിരിക്കും, ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു mgയുടെ ഡയറക്ഷനും ഈ ഒരു ആംഗിൾ തീറ്റയും അറിയാമെങ്കിൽ, നമ്മൾ പ്രൊജക്ടൈലൊക്കെ പഠിച്ചു, എത്രയോ സ്ഥലത്ത് പഠിച്ചു, ഒരു വെക്ടറിനെ കട്ട് ചെയ്ത് 2 ആക്കാം. അപ്പോൾ നോക്കിയേ, മാജിക്കാണ്. ഇപ്പോൾ ഒരു വെക്ടറല്ലേ കാണുന്നുള്ളൂ, ഒരു കൈയല്ലേ കാണുന്നുള്ളൂ. ഇപ്പോൾ നോക്കിയേ, 2 വിരൽ. അതെങ്ങനെയുണ്ട്? ഐഡിയ, നല്ല ഐഡിയ അല്ലേ? അപ്പോൾ ഒരു വെക്ടറിനെ പിടിച്ച് 2 പെർപെൻഡിക്കുലർ ആക്കുന്നതിന് പറയുന്ന പേരാണ് റെസല്യൂഷൻ ഓഫ് എ വെക്ടർ. അപ്പോൾ ഇതെൻ്റെ mg ആണെന്ന് വിചാരിക്കുക. ഇതിനെ പിടിച്ച് 2 എണ്ണാക്കി. ഒന്നിൻ്റെ പേര് mg cos തീറ്റ, ഒന്നിൻ്റെ പേര് mg sin തീറ്റ. ഇത് നമ്മുടെ പഴയ mg. കിട്ടിയോ? അപ്പോൾ ഇത് നമ്മുടെ പഴയ mg. ഇതിനെ പിടിച്ച് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഇതാ 90 ആയിരിക്കണം. ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90. mg cos തീറ്റ, mg sin തീറ്റ. കിട്ടിയല്ലോ? ഇനി ഈ mg cos തീറ്റ, ഈ തീറ്റ ഇതാണ് നമ്മുടെ തീറ്റ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കോസ് എന്ന് പറയുക, മറുഭാഗം സൈൻ എന്ന് പറയും. അപ്പോൾ ഇത് നോക്കൂ, ഈ mg cos തീറ്റ ഈ പോയിന്റിൽ 2 വെക്ടേഴ്സ്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ അത് തുല്യവും വിപരീതമാണ്. പോയി ഇതാ ടെൻഷൻ എന്ന് പറയുന്നത് T ആണ്. ടെൻഷൻ ബാലൻസസ് mg cos തീറ്റ. ഇവർ തമ്മിൽ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുകയാണ്, അത് പോയി. പിന്നെ ഈ ബോബിൻ്റെ മുകളിലുള്ള ഇത് പോയി കേട്ടോ. ഇത് പോയപ്പോഴാണ് mg cos തീറ്റ. ഇത് കണ്ടോ, ഇത് ചത്തുപോയി. ഇത് mg ആയിരുന്നു. ഇത് ചത്തപ്പോഴാണ് ഇങ്ങനെ ആയത്. അല്ലാതെ ഇവർ 3 പേരും കൂടെ ഇല്ല. ഇത് 2 കൂടെ ഇല്ല. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. കിട്ടിയല്ലോ? അപ്പോൾ mg അല്ലെങ്കിൽ mg cos തീറ്റ, mg sin തീറ്റ. mg cos തീറ്റ ടിയുമായിട്ട് പോയി, തുല്യവും വിപരീതവുമാണ്, പോയി. ഇനി തിരിച്ചതിനെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് അഥവാ റെസ്റ്റ് പൊസിഷനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന റീസ്റ്റോറിംഗ് എന്നർത്ഥം. റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന ആളാണ് mg sin തീറ്റ. അപ്പോൾ mg sin തീറ്റ ആണ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതെന്തിനാണാവോ മൈനസ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആംഗിൾ ഇങ്ങോട്ട് കൂടും, അതിനനുസരിച്ച് ഫോഴ്സ് അങ്ങോട്ട് കൂടും. അതാണ് അവസ്ഥ. ഞാൻ ഇതിനെ കൂടുതൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാം, അതിനനുസരിച്ച് കൂടുതൽ അത് മടങ്ങിപ്പോവും ചെയ്യും. അതുകൊണ്ടാണ് മൈനസ്. സത്യത്തിൽ ഫോഴ്സ് അല്ല, ടോർക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് MA എന്നുള്ള എളുപ്പത്തിനാണ് ഞാൻ ഫോഴ്സ് എന്ന് എഴുതിയത്. സത്യത്തിൽ തിരിയുക എന്ന് പറയുന്നത് ഫോഴ്സ് അല്ല, ടോർക്കാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇത് ആംഗിൾ വൈസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ടോർക്ക് തന്നെയാണ് പറയേണ്ടത്. പൈ ആൽഫ എന്നൊക്കെ പറയണം. പോട്ടെ, കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ ഞാൻ റീസ്റ്റോറിങ് ഫോഴ്സ്
എഫ് ഈക്വൽ ടു -mg sin θ എന്ന് എഴുതി. ഇനി ഇത് സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുന്ന കണ്ടീഷൻ എന്തെന്ന് ചോദിച്ചാൽ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്, വളരെ ചെറിയ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആണ്. അതെന്തായിരിക്കും കാര്യം നോക്കിയേ, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആവുന്നത് എപ്പോഴാണ്? എന്താ കണ്ടീഷൻ ആലോചിച്ച് നോക്കിയേ. എക്സാമ്പിൾ, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, സൈൻ 0യുടെ വാല്യൂ 0 തന്നെയല്ലേ. അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റയുടെ വാല്യൂ സ്മോൾ ആവുന്നു. അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ SHM ആവാനുള്ള കണ്ടീഷൻ. എപ്പോഴും സിമ്പിൾ പെൻഡുലം SHM അല്ല. സിമ്പിൾ പെൻഡുലം SHM പോലെ ആവുന്ന കണ്ടീഷൻ ഇതാണ് കണ്ടീഷൻ. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആവുന്നത് വെൻ തീറ്റ ഈസ് സ്മോൾ, തീറ്റയ്ക്ക് സ്മോൾ വാല്യൂസ് മാത്രം ഉള്ളപ്പം എന്ന് വെച്ചാൽ സ്മോൾ ഓസിലേഷൻ ആയിരിക്കണം. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്തെഴുതാം, തീറ്റ. ആകെ 4 ഇക്വേഷനേ ഉള്ളൂ കേട്ടോ, ഒരുപാടെണ്ണമൊന്നുമില്ല. ദ ഫസ്റ്റ് ഇക്വേഷൻ റീസ്റ്റോറിങ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ ടോർക്ക് -mg തീറ്റ, സൈൻ തീറ്റ തീറ്റ ആയത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കാം സെക്കൻഡ് ഇക്വേഷൻ, എഫ് ഈക്വൽ ടു ma, എഫ് ഈസ് ഈക്വൽ ടു ma. 1ഉം 2ഉം കൂടെ ചേർത്ത് എഴുതുമ്പോൾ m അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. LHS സെയിം അല്ലേ, ഇതിൻ്റെ LHSഉം ഇതിൻ്റെ LHSഉം സെയിം ആണ്. അപ്പം നമ്മുടെ RHS സെയിം ആണെന്ന് എഴുതാം. m ക്യാൻസൽ ആയിപ്പോയി. a എന്ന് പറയുന്നത് -g തീറ്റ. പക്ഷേ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ്, ആംഗിളിൻ്റെ ഡെഫിനിഷനാണത്, ആർക്ക് ബൈ റേഡിയസ്. ഇവിടുത്തെ ആർക്ക് OP ആണ്. സോ വാട്ട് ഇസ് തീറ്റ, ആർക്ക് OP ബൈ റേഡിയസ്. റേഡിയസ് എന്താ, ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പോൾ തീറ്റയ്ക്ക് പകരം ഞാൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് എഴുതിയല്ലോ. ഇനി നോക്കുക, ഇവിടെ തന്നെ ഈ ഇക്വേഷനിൽ G ഒരു കോൺസ്റ്റൻ്റ് ആണ്, L ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് രണ്ടും വേരിയബിൾ അല്ല. അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് G/L നമ്മൾ ω² എന്ന് എഴുതി. അപ്പോൾ ഇത് ഏത് ഫോമായി, A ഈക്വൽ ടു -ω²x, മൂന്നാമത്തെ ഇക്വേഷൻ SHM ആയി. അപ്പോൾ SHM ആവണ എന്താ കണ്ടീഷൻ, ഇവിടെ തീറ്റ എന്ന് വരണം. സൈൻ തീറ്റ തീറ്റ എന്ന് വന്നാലേ SHM ആവുള്ളൂ, അല്ലെങ്കിൽ SHM അല്ല. അപ്പോൾ ആക്സിലറേഷൻ -ω²x. ഇനി ω²ൻ്റെ വാല്യൂ G/L. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷണൽ മോഷനിൽ ടോർക്കൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് T ഈക്വൽ ടു 2π/ω. ഒമേഗ എന്ത് വരും, √G/L. √G/L. ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഇതിനെ ഇവിടെ ഇട്ട് 2π എന്ന് ഞാൻ ഗുണിക്കണമെങ്കിൽ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇതിനെ തിരിച്ചിടണം. അപ്പോൾ √L/G. അപ്പോൾ എന്താ പീരിയഡിൻ്റെ ഇക്വേഷൻ, ഇതാണ് നമ്മൾ കാണാൻ പോയത്. ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ എന്താ, T ഈക്വൽ ടു 2π √L/G. ഇവിടെ നോക്കിയേ, ഇവിടെ മാസ് ഇല്ല, ഉണ്ടോ? ഇതിൻ്റെ ഈ ബോബിൻ്റെ മാസ് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. തീറ്റ എന്നുള്ള വാല്യൂ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തീറ്റയായിട്ടും മാസ്സായിട്ടും ഇതിന് യാതൊരു ബന്ധവുമില്ല. ആംഗിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും മാസ് ഓഫ് ദ ബോബുമായിട്ട് പീരിയഡിന് ബന്ധമില്ല. പീരിയഡിന് ബന്ധമുള്ളത് ലെങ്ത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. L കൂടിയാൽ പീരിയഡ് കൂടും, L കുറഞ്ഞാൽ പീരിയഡ് കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു A ഈക്വൽ ടു -ω²x. ഇത് ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ചെറിയ പ്രോബ്ലം ഒന്ന് നോക്കാം. ഫോർ എ SHM എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. പീരിയഡ് 2 seconds ആണെന്ന് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ 10 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഈ വാക്ക് നമ്മൾ വിശദമായി ലെസൺ 3 പഠിക്കുന്നുണ്ട്. അവിടുത്തെ വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള ആക്സിലറേഷൻ. എക്സ് മാറുന്നതിനനുസരിച്ച് എ മാറിക്കൊണ്ടിരിക്കും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. എക്സിന് വാല്യൂസ് മാറി മാറി കൊടുക്കുക, അതിനനുസരിച്ച് എയുടെ വാല്യൂസ് മാറി മാറി വരും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ω 2π/T ആണെന്ന് നമുക്കറിയാം. ടി തന്നിട്ടുണ്ട്, അത് പ്രകാരം ω π ആവും. എക്സും തന്നിട്ടുണ്ട് 10 cm. വേറെ ഒന്നും ചെയ്യേണ്ട, ഒമേഗയുടെ വാല്യൂ π എന്ന് ഇട്ടു, എക്സിൻ്റെ വാല്യൂ 10 എന്ന് ഇട്ടു. യൂണിറ്റ് ശ്രദ്ധിക്കണം.
നമുക്ക് തന്നിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഈ യൂണിറ്റ് എന്ത് വരും? സെൻറ്റിമീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. കാരണം പീരിയഡ് ഇവിടെ സെക്കൻഡ്സിലാണ് ഉള്ളത്. അപ്പോൾ സെൻറ്റിമീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. SIയിലേക്ക് മാറ്റുമ്പോൾ 10.1 ആവും. ബൈ 100 അല്ലേ? തിരിച്ച് സ്ക്വയർ ചെയ്യുക. പൈയുടെ സ്ക്വയർ ചെയ്ത് 0.1 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.995 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ മൈനസ് നിർബന്ധമായും ഇട്ടോളണം. കാരണം SHM എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ്. ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം -x. മറക്കണ്ട. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് T = 2π√L. ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് ദ മൂൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. മൂണിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G/6 ആണ്. 9.8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ ആണിത്. 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഇസ് ദ ടൈം പീരിയഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ദ മൂൺ? മൂണിലെ പീരിയഡ് എന്താണെന്നാണ് ചോദ്യം. ഗിവൻ പീരിയഡ് ഓഫ് ദ എർത്ത് ഇസ് 3.5 സെക്കൻഡ്സ്. ഈ സെയിം പെൻഡുലം എർത്തിലാട്ടിയാൽ പീരിയഡ് T.5 ആണ്. മൂണിൽ ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, അവിടുത്തെ പീരിയഡ് എന്താണെന്നാണ് ചോദ്യം. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നോക്കൂ, എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും ഈ രണ്ട് കേസിലാണെങ്കിലും ഒരേ പെൻഡുലമാണ് നമ്മൾ ആട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലെങ്ത് സെയിം ആണ്. L എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ L കോൺസ്റ്റൻ്റ് ആയതിനാൽ ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കൂ. T² = 4π² L/G എന്ന് കിട്ടും. അപ്പോൾ 4π² എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് അല്ലേ, അതുകൊണ്ട് നമ്മളവിടെ പ്രൊപ്പോർഷനിൽ എഴുതി. L കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 1/G എന്ന് എഴുതി. അപ്പോൾ നമുക്ക് T² പ്രൊപ്പോർഷണൽ ടു 1/G എന്ന് എഴുതാം. ഇനി T ഓഫ് എർത്ത് എഴുതി നോക്കിയേ. T ഓഫ് എർത്ത് സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/GE. T ഓഫ് മൂൺ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/GM. രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. TE GE, TE² GE, TM² GM. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ TM² GM = TE² GE. നമുക്ക് വേണ്ടത് TM ആണ്. TM² = GE/GM × TE. GE എത്രയാ? 9.8. GMO മൂണിലുള്ളത് 1.7. ബ്രാക്കറ്റ്സ് എർത്തിൻ്റെ പീരിയഡ് 3.5. സ്ക്വയർ ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് റൂട്ട് എടുക്കുക. ഇത് TM² ആണ്. TM എന്ന് പറയുന്നത് 8.4 സെക്കൻഡ്സ് എന്ന് കിട്ടും. നോക്കുക, ഒന്നും കൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. പീരിയഡും ഗ്രാവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ G കൂടിയാൽ T കുറയും, തിരിച്ച് G കുറഞ്ഞാൽ T കൂടും. G കുറവാണ്, 1.7 ഉള്ളൂ. അപ്പോൾ പീരിയഡ് കൂടുതലാണ്, 8.4. എർത്തിൻ്റെ അവസ്ഥ നോക്കിയേ, 9.8 ഉണ്ട്, പീരിയഡ് 3.5 ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ കൺസെപ്റ്റ്സ് ഒന്നും കൂടെ റെഡിയാക്കാൻ സഹായിക്കും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്തത്, എസ് ഗേൾ ഇസ് സ്വിങ്ങിങ് ഓൺ എ സ്വിങ്. ഊഞ്ഞാലാടുകയാണ്. ഇൻ ദ സിറ്റിംഗ് പൊസിഷൻ. ഇരുന്നും നമ്മൾ ഊഞ്ഞാലാടാറുണ്ട്, നിന്നും ഊഞ്ഞാലാടാറുണ്ട്, ശരിയല്ലേ? ഹൗ വിൽ ദ പീരിയഡ് ഓഫ് സ്വിങ് ബി എഫക്റ്റഡ് ഇഫ് ഷീ സ്റ്റാൻഡ്സ് അപ്പ്? ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ പുക്കിളാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഏറെക്കുറെ നമ്മുടെ ഭാരം താങ്ങി നിൽക്കുന്ന ഒരു പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത്. നമ്മളത് ഡീറ്റെയിൽഡായിട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ എന്താ പറയുക, അത് താന്നാണ് നിൽക്കുക പുക്കിള്. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, അത് ഉയർന്ന് നിൽക്കും. അപ്പോൾ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ, അതായത് ആ ഊഞ്ഞാലിൻ്റെ മുകൾ മുതൽ നമ്മുടെ പുക്കിൾ ഭാഗം വരെ സിറ്റിംഗ് പൊസിഷനിൽ സെൻറ്റർ ഓഫ് മാസ് താന്നിരിക്കുകയും സ്റ്റാൻഡിങ് പൊസിഷനിൽ സെൻറ്റർ ഓഫ് മാസ് ഉയർന്ന് നിൽക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ പീരിയഡിന് എന്താ സംഭവിക്കുക, എൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ L'. നമ്മൾ ഇരിക്കുമ്പോൾ ആ മുകളിൽ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ നമ്മൾ നമ്മുടെ വയർഭാഗം വരെയുള്ള ലെങ്ത് എടുക്കുക, അത് L. ഇനി നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അത് ഒരു പടിയും കൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ അവിടെ വരെയുള്ള ലെങ്ത് കുറയുക ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പീരിയഡ് പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. G കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ പ്രപ്പോർഷണൽ ആണ്. L കൂടിയാൽ പീരിയഡ് കൂടും, L കുറഞ്ഞാൽ പീരിയഡ് കുറയും. അപ്പോൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലെങ്ത് കുറയും. ലെങ്ത് കുറയുമ്പം പീരിയഡും കുറയും. ഇപ്പോൾ ചോദ്യം ഇതാണ്, സ്റ്റാൻഡ് ചെയ്യുമ്പോൾ പീരിയഡിന് എന്താ സംഭവിക്കുക? പീരിയഡ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് റെഡ്യൂസ്ഡ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. സെൻറ്റർ ഓഫ് മാസ്
പൊങ്ങിപ്പോവും. സെൻറ്റർ ഓഫ് മാസ് മുതൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ വരെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. എക്സ് സൈനിലും എഴുതാം കോസിലും എഴുതാം കേട്ടോ, രണ്ട് രീതിയിലും എഴുതാം. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഗിവൺ, കാരണം ഒരു സൈൻ ഫംഗ്ഷനാണ്, വേരിയിങ് ആണ്, ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് കിട്ടുന്നുണ്ടല്ലോ, -x. അപ്പോൾ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫംഗ്ഷനാണ് സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും. അപ്പോൾ ഒരു SHMനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, സൈൻ ഫംഗ്ഷനായിട്ടോ കോസ് ഫംഗ്ഷനായിട്ടോ. അപ്പോൾ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓഫ് ആൻ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം. അതാണ് ഞാൻ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെൻറ്റ് സമയം മാറുന്നതിനനുസരിച്ച് മാറും. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡും കാണണം, പീരിയഡും കാണണം. ഇനി ഇത് കൂടാതെ ടൈം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ടൈം ഗീവൺ ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമുക്ക് പീരിയഡ്, നമ്മൾ ടൈമും ആംപ്ലിറ്റ്യൂഡും പീരിയഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതേ ചോദ്യത്തിൽ ഈ ടൈം സപ്പോസ് 2 സെക്കൻഡ്സോ എന്തെങ്കിലും തന്നാൽ നമുക്ക് എക്സും കണ്ടെത്താൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് ടൈം തന്നിട്ടില്ല, ടൈം തരുകയാണെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചോദ്യം വരാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഇക്വേഷൻ, ഇത് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതിൽ ഈ ടേം ആണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, പരമാവധി അതിന് എവിടെ വരെ പോകാം, മടങ്ങാം, അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സെൻറ്റിമീറ്റേഴ്സിലാണ്, അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇതിന് പറയുന്ന പേര് ആംഗിൾ. ആംഗിൾ ഒമേഗ ടി, തീറ്റ, കോസ് ഓഫ് തീറ്റ സൈൻ ഓഫ് തീറ്റ എന്നാണല്ലോ എഴുതാറ്. ആ ആംഗിൾ 2 പോർഷനാണ്, ഒന്ന് ഒമേഗ ടി, ഒന്ന് ഫൈ. ഇതിന് മൊത്തത്തിൽ ഫേസ് എന്ന് പറയും. ഫേസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ആ പാർട്ടിക്കിൾ എവിടെയാണ്, അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനെ അല്ലെങ്കിൽ ഓസിലേഷനെ നമ്മൾ ഫേസ് എന്ന് പറയും. അപ്പോൾ ഇതിന് പ്രകാരം ഇത്രയും ഭാഗം ഒമേഗ ടിയും ഇത് ഫൈയുമാണ്. അപ്പോൾ ഫൈയുടെ വാല്യൂ ആണ് π/3. ഇത് രണ്ടും ഒമേഗ ടിക്ക് പകരമാണ് 0.5 πt എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒമേഗ ടി സമം 0.5 πt എന്ന് കിട്ടും. പക്ഷെ ഒമേഗ നമുക്കറിയാം 2π/t ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ പയ്യ ടി, ഇവിടുത്തെ ഈ പയ്യ ടി ക്യാൻസലായിപ്പോയി. ബാക്കി എന്ത് കിട്ടും, 2/t = 0.5 എന്ന് കിട്ടും. അപ്പോൾ t = 2/0.5. 0.5 ഹാഫ് അല്ലേ, അപ്പോൾ 2 × 2 4 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ആംപ്ലിറ്റ്യൂഡും പീരിയഡുമാണ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്, പീരിയഡും കൂടെ നമ്മൾ കണ്ടെത്തി. ഇനിയും അടുത്ത ഓപ്ഷനാണ്, ഈ ടി അറിയാമെങ്കിൽ നമുക്ക് എക്സും കൂടെ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷനിൽ സാധാരണഗതിയിൽ കാണേണ്ട 4 കാര്യങ്ങളാണ്. 1 ആംപ്ലിറ്റ്യൂഡ്, 2 പീരിയഡ്, 3 ഡിസ്പ്ലേസ്മെൻറ്റ്, 4 ഫേസ്. ഇനീഷ്യൽ ഫേസ് എന്ന് പറയും, ഇതിന് പറയുന്ന പേര് ഇനീഷ്യൽ ഫേസ്, π/3. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. നമ്മൾ വളരെ കുറച്ച് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു, തിയറിയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫോക്കസ് ഏരിയയിലെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എഴുതി തന്നെ പഠിക്കണം. ഓക്കെ.